ഹായ് ഗൈസ്, ഇതൊക്കെ നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ നമ്മിന്ന് വാഗമൺ പോകണം കേട്ടോ, വാഗമൺ. അപ്പോൾ ഇപ്പൊ വാഗമൺ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ഭയങ്കര മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മഴയാണ്. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. നോക്കടാ, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ് ഗൈസ്. നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെറിയൊരു മഴ കാണിച്ചായിരുന്നെങ്കിലും നമ്മ അത്രക്ക് മൈൻഡ് ചെയ്യല്ലോ. പക്ഷെ ഇത്രക്കും മഴയൊന്നും നമ്മ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഭയങ്കര മഴയാണ്. ബാക്കി നമുക്ക് ഫോൺ വഴി കാണിച്ചു തരാം. എടാ, നമ്മ ഇത്ര മഴയൊന്നും പ്രതീക്ഷിച്ചില്ലടാ അല്ലേ? നല്ല മഴയാണ് ഗൈസ്. മഴ എന്ന് പറഞ്ഞാൽ കൊടുമഴ. കൊടുമഴയത്ത് ഭാഗം ആദ്യത്തെ എത്തിയാക്കളായി ഗൈസ് അല്ലേ? എന്ത് മഴയായിരുന്നല്ലേ? ഭയങ്കര മഴയാണ് ഗൈസ്, ഭയങ്കര മഴ. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. വണ്ടി ഇത് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് നോക്കാം. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വാഗമൺ എത്തിയേക്കാണ്. ഇവിടെ ഫുള്ള് മഞ്ഞാട്ടോ. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. അവിടെയൊക്കെ ഫുള്ള് ഞങ്ങൾ വന്നപ്പോൾ ഫുൾ മഞ്ഞായിരുന്നു. കാറിലായതുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റില്ല. അതിലേക്ക് ഫുൾ കോടയായിരുന്നു. ഇപ്പം അങ്ങോട്ടേക്ക് മാറുകയാണ്. ആ മലയും കാണാൻ നോക്കുന്നുണ്ടോ? മലയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കുറേ ബൈക്കേഴ്സ് കാണുന്നുണ്ട്. മല നോക്കിക്കഴിഞ്ഞാൽ പുള്ളി മലയല്ലേ? പിന്നെ വ്യൂ കൊള്ളാം. KSRTC ഒരു പ്രത്യേക കാര്യത്തിലുണ്ടാവും. ഈ ഹൈ റേഞ്ചിൽ കൂടി പോകുമ്പോഴാണെങ്കിലും കാണാനാണെങ്കിലും നൈസ് ലുക്ക് കാര്യങ്ങളൊക്കെ തരുന്നത്. അവരുടെ റൈഡിങ് ആണെങ്കിലും പൊളി. ഇതുണ്ട് ആ ഒരു ചവിട്ടിക്കൊണ്ട് അവർക്ക് അറിയ കാര്യങ്ങൾ. ഇങ്ങനെ വാഗമൺ എത്തിക്കൊണ്ടിരിക്കുന്നു. വാഗമൺ എത്തി ഗൈസ്. അപ്പം നമ്മ വാഗമൺ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത്. ഇതാരും ഇതുണ്ട്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത്. പീസാണെങ്കിലും അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൊക്കത്താണെങ്കിലും നല്ല മഞ്ഞുണ്ട്. എന്താ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഫുള്ള് മൂടിക്കിടങ്ങുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട് ഗൈസ്. അവിടെയൊക്കെ നല്ല മഞ്ഞാണ്. ഇവിടെ കാണാം. എന്താ നല്ല മഞ്ഞാണ്. പിന്നെ ടൂറിസ്റ്റൊക്കെ കുറവാണ്. വെളുപ്പിനായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ കുറവാണ്. അറിയില്ല എന്താന്നുള്ള കാര്യം. ഗൈസ്, ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ റോഡ് കാണാനായിട്ട് പറ്റണ ഗൈസ്. ഇതിൻ്റെ അടിയിലോട്ടൊക്കെ റോഡുണ്ട് കേട്ടോ. ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ റോഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും കാണാൻ പറ്റണല്ല. ഫുൾ മഞ്ഞൂടി കിടക്കണേ. ഇതെന്താ ഫുൾ മിസ്റ്റ്. സീൻ കുറെ കയറാൻ കേട്ടോ. കരച്ച് ഇവിടുന്ന് കയറ്റ ഫുള്ള് ഗൈസ്. നമുക്ക് ടീ പ്ലാന്റേഷൻ ആണ് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ കാണാം. ഒരു ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഇവിടെ. പക്ഷെ ഫുള്ള് മഞ്ഞ ഗൈസ്. ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാം. ഉണ്ടോ? ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഒരു വക കാണാനുള്ള. അങ്ങോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്ത് മഞ്ഞാ ഗൈസ്. താഴെ നമുക്കൊന്നും കാണാനുള്ള. ഗൈസ്, നമ്മളിപ്പോൾ അതേ പോണ വഴി ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ നിർത്തിയാട്ടോ. ഇവിടെ മഴ പെയ്തിട്ടൊക്കെ നോക്കിക്ക് നല്ല നല്ല പച്ചപ്പും കാര്യങ്ങളും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് അങ്ങോട്ട് ഫുള്ളതാണ് കേട്ടോ. അറ്റം തൊട്ട് ഇങ്ങോട്ടല്ല, അങ്ങോട്ട് ഫുള്ളതാണ്. നമുക്ക് കാണാൻ ഞാൻ കാണിച്ചു കേട്ടോ. കണ്ടോ? ഫുള്ളത് തന്നെ. ഫുൾ പച്ചപ്പ്. ഉണക്കി പൊടിച്ചിട്ട് വേണം നമുക്കൊക്കെ ചായ പിടിക്കാൻ. തമിഴ്നാട് ബസ്
ഗൈസ് നമ്മുടെ വീഡിയോ എടുത്തുള്ള ഒരു സാധനം കണ്ടോ, കാട്ടുകോഴി. ഇവിടെ കണ്ട കാണാൻ പറ്റുന്ന കാട്ടുകോഴി കണ്ട പറന്ന് ഒരു വട്ടം തന്നെ നല്ല ലോങ്. ഇവിടെ കാണാൻ പറ്റുന്ന അറിയാൻ പാടുണ്ടോ, കാട്ടുകോഴിയാണ് ഗൈസ്. ഗൈസ് നമ്മളിപ്പോ പാലൊഴുകുംപാറ എന്ന് പറഞ്ഞ വാട്ടർഫോൾസ് ഉണ്ട് അവിടെ, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 4 കിലോമീറ്റർ തന്നെ ഉണ്ട്. നമുക്ക് വഴിയൊക്കെ ഇങ്ങനെ മോശമാണ്, വഴിയൊക്കെ ഭയങ്കര മോശമാണ്. പോയി നോക്കാം. അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം എന്തായാലും, നോക്കിയിട്ട് വരാം. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ, വ്യൂ അടിപൊളിയാണ്. പക്ഷെ റോഡാണ് അല്ലേ, റോഡാണ് പ്രശ്നം അല്ലേ, റോഡാണ് പ്രശ്നം. നല്ല വ്യൂ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് റോഡിന്റെ ഒരു ഇഷ്യൂ ഉള്ളൂ, അതാർസിനൊന്നുമല്ല. അല്ലേ ഗൈസ്, നമ്മളിപ്പോ പാലൊഴുകുംപാറ വാട്ടർഫോൾസിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ജസ്റ്റ് ഒരു നല്ലൊരു വ്യൂ ഉണ്ട്, അപ്പൊ നിർത്തിയാണ്ടോ. അടിപൊളി വ്യൂ അല്ലേ, നിൽക്കാൻ നൈസ് വൈബാണ് ഗൈസ്. അങ്ങോട്ടൊക്കെ നല്ല അടിപൊളിയാണ്. അതാണ് പൈൻ ഫോറസ്റ്റ്, അതൊക്കെ കാണാം. അതൊക്കെയാണ് പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ അമ്പലത്തിന്റെ ഉത്സവം എന്താണെന്ന് തോന്നുന്നത്, അതാണ് ചെണ്ടവട്ടൊക്കെ ഉണ്ട്. ഗൈസ്, നമുക്കിപ്പോൾ പാലൊഴുകുംപാറ വാട്ടർഫോൾസ് കുറച്ച് അടുത്താണ്, നമുക്ക് അങ്ങോട്ടേക്കും പോയി നോക്കാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 2 കിലോമീറ്റർ ഇല്ല, ഒരു കിലോമീറ്റർ റൗണ്ട് ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, ബാ. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഗൈസ്. ഒരു പ്രത്യേക തരത്തിലുള്ള വാട്ടർഫോൾസ് ഉള്ള നമ്മൾ കുറച്ച് അടുത്തോട്ട് പോയി കാണിച്ചു കേട്ടോ. നമുക്കിപ്പോൾ കുറച്ച് ലോങ്ങാണ് നിൽക്കുന്നത്, പക്ഷെ കൊള്ളാമല്ല, പ്രത്യേകതരം വാട്ടർഫോൾസാണ് ഗൈസ്, കൊള്ളാം. ഈ വാട്ടർഫോൾസിന്റെ വ്യൂ നോക്കിയിട്ട് പൊളി വ്യൂ. അതായത് നമ്മോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ 2 ദിവസമായിട്ട് മഴയാണ്, അതുകൊണ്ടാണ് ഇത്ര വെള്ളം മഴ. ഒരാഴ്ചയൊക്കെ കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം വരുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇത്രയും വെള്ളം ഉള്ളു, പക്ഷെ കുഴപ്പമില്ല, കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ ഒരു വാട്ടർഫോൾസ് ആണ് അറിഞ്ഞില്ല ഗൈസ്, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വാട്ടർഫോൾസ് തന്നെ വന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ചെറിയൊരു ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ, റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.